ഹായ് ഹലോ, പുതിയൊരു വിശേഷമായി ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇടാനായിട്ടുള്ള മെയിൻ കാരണം, ഒരു സ്ത്രീ വന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം കാണും എന്നുള്ള ഒരു ചിന്ത വേണം. ആ പോസ്റ്റ് കണ്ടപ്പോഴത്തേന് അതിൻ്റെ അടിയിൽ കയറി കണ്ണി കണ്ട മാതിരിയുള്ള കമൻറ്റുകളൊന്നും ഇടേണ്ട യാതൊരു കാര്യമില്ല. അതിൽ ഞാൻ വ്യക്തമായിട്ട് എന്താ കാരണം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നോക്കി മാത്രം വായിച്ചതിന് ശേഷം മാത്രം കമൻ്റ് ഇടാൻ കയറിയാൽ മതി. പിന്നെ എഡി പൊടി എന്ന് വിളിക്കാൻ അത് വീട്ടിലുള്ള അമ്മ തൊട്ട് സഹോദരി തൊട്ട് ഭാര്യ അങ്ങനെ അങ്ങോട്ടുള്ളവരെ വിളിക്കാനുള്ള പേരാണ്. നാട്ടിലുള്ള സ്ത്രീകളെ വിളിക്കാനുള്ള പേരല്ല ഈ എഡി പൊടി എന്നുള്ളത്. അത് എല്ലാവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നാട്ടിലുള്ള സ്ത്രീകളെ വിളിക്കാനുള്ളതല്ല, പദമല്ല എഡി പൊടി എന്നുള്ളത്. അത് വീട്ടിലുള്ള അമ്മ, ആദ്യം ജന്മം നൽകിയ അമ്മയെ വിളിക്കണം, ഡി അമ്മയെന്ന് വിളിക്കണം. പിന്നെ പെങ്ങളെ വിളിക്കണം, അതുപോലെ തന്നെ ഭാര്യയെ വിളിക്കണം. അങ്ങനെയുള്ളവരെ വിളിക്കാനായിട്ടുള്ള പദമാണ് എഡി ബോഡി എന്നുള്ളത്. അത് മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മെസ്സഞ്ചറിൽ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആർക്കും കയറി സ്വൈര്യവിഹാരം നടത്തി ഇങ്ങനെ മെസ്സേജുകളിട്ട് നിറയ്ക്കാനുള്ള ഒരു മെസ്സഞ്ചറല്ല അതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിലേതെങ്കിലും ഒരു കുഞ്ഞ് പറയണം, ഞാൻ അവരുമായിട്ട് ചാറ്റിങ്ങിന് കയറിയതായിട്ടോ എടുത്തതായിട്ടോ ഒന്ന് പറയണം. അങ്ങനൊരു ഇതില്ലാത്തിടത്തോളം കാലം ഞാൻ ഈ മെസ്സഞ്ചർ ചാറ്റിങ്ങിന് ഉപയോഗിക്കുന്നതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി ഞാൻ നോക്കും. കാരണം ഇതെൻ്റെ പേജ് ആയതുകൊണ്ട്, എൻ്റെ ബിസിനസ് പേജ് ആയതുകൊണ്ട്, അതായത് അച്ചാറുകളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു ചാനലായതുകൊണ്ട് അതിൽ എനിക്ക് മെസ്സഞ്ചർ ഓഫ് ചെയ്തിടാൻ പറ്റത്തില്ല. എന്നിട്ട് തന്നെ ഇല്ലാത്ത മെസ്സഞ്ചർ കോളും വീഡിയോ കോളും വോയിസും എല്ലാം ഞാൻ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. അതിലൊന്നും കയറി എന്നെ ആർക്കും വിളിക്കാൻ സാധിക്കത്തില്ല. അപ്പം മെസ്സഞ്ചർ നമുക്ക് മെസ്സേജുകൾ അയക്കുന്നത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ റൂൾസിന് വിരുദ്ധമായതുകൊണ്ട് നമുക്കത് ഓണാക്കിയിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഓണാക്കിയിട്ടിരിക്കുന്ന ഒരു പേജിൽ കയറിയിട്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ആ മക്കളുള്ള മാതാപിതാക്കൾ ഒരു 28 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് ആ മക്കൾക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാക്കാൻ നോക്കുക. കാരണം ഇങ്ങനെയുള്ള മക്കളെ ഒന്നീ പ്രവാസികളായിട്ട് ഗൾഫിൽ വിടും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഏതെങ്കിലും പണിക്ക് പോകും. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ എന്താ പറയുക, ഒരു പണം കായ്ക്കുന്ന മരമായിട്ട് ഈ ആമക്കളെ പിടിച്ച് വീട്ടിൽ നിർത്തുന്ന തള്ളയും തന്തയുമാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റക്കാര്യം. കാരണം അവർ ഈ മക്കളെ കെട്ടിച്ചു വിടാതെ വീട്ടിൽ നിർത്തി പണം മാത്രം സ്വപ്നം കണ്ടു നിൽക്കും. ഈ ആമക്കൾ ഈ നാടിന് വരുത്തുന്ന എന്താ പറയുന്ന ദൂഷ്യ വശങ്ങൾ, പെണ്ണുങ്ങളെ പറയുന്ന അസഭ്യങ്ങളും, പെണ്ണുങ്ങളുടെ മെസ്സഞ്ചറിൽ കയറി എൻ്റെ കുഞ്ഞ് വളർന്നില്ല, അവന് കുറച്ചുകൂടി പ്രായമാകട്ടെ എന്ന് പറഞ്ഞ് നിർത്താതെ ഉമ്മമാരുടെയൊക്കെ ഫോണുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഉമ്മമാരെന്തൊക്കെയാണ് മറ്റുള്ള സ്ത്രീകൾക്ക് ചെയ്യുന്ന ശല്യങ്ങളെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവന്മാരെ കെട്ടിച്ചു വിടാതെ വീട്ടിൽ നിർത്തി പണം ഉണ്ടാക്കാൻ മാത്രം ഇരിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് ഇത്തരക്കാരെ ഈ രീതിയിലാക്കുന്നത്. ഇവന്മാരെയൊക്കെ നേരത്തും കാലത്തിനും കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ പോലെ ഞാനൊരു ഭിന്നശേഷിക്കാരിയാണ്, നടക്കത്തില്ല, എന്നെ പോലും ശല്യം ചെയ്തവന്മാരെ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടുന്നത്? ഇതിനകത്ത് ഒരുപാട് പേര് പിന്നെ ഞാൻ സുന്ദരിയാണെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിവസ്ത്രയായിട്ട് നിന്നോ ഒന്നുമല്ല ഞാൻ എൻ്റെ വീഡിയോസോ പോസ്റ്റുകളോ ഒന്നും ഇടുന്നത്. ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് തന്നെ ആയിരുന്നു എൻ്റെ മെസ്സഞ്ചറിൽ കയറി ഓരോന്നിങ്ങനെ ചെയ്ത്. ഈ കല്യാണാഭ്യർത്ഥന നടത്തുന്നവന്മാരെന്തോന്ന് തെരുവിൽ കിടക്കുന്ന പെണ്ണുങ്ങളാണോ ഇപ്പോൾ ഒരുത്തന്മാർക്ക് മെസ്സേജ് ഇടണ്ടേ? ഇതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഓരോന്നെടുത്ത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ അറിയാമെന്നിട്ടല്ല, അത് ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ താഴെ കാര്യം അറിയാൻ വയ്യാതെ എടി പൊടി ഇത്രയും ദാരിദ്ര്യം ഉണ്ടായിട്ടല്ലേ ഇവന്മാരിങ്ങനെ കയറി വയ്യാത്തവരാണോ വയസ്സ് ചെന്നവരാണോ പിന്നെ എന്നൊന്നും നോക്കാതെ കയറി ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടായതിൻ്റെ പേരിലാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയൊരു ദാരിദ്ര്യമാണ് ഈ ആമക്കളെ എന്ന് പറയുന്നത്. ഈ മാതാപിതാക്കൾ കല്യാണം കഴിപ്പിക്കാതെ വീട്ടിൽ നിർത്തി പണം കഴിക്കുന്ന മരമായിട്ട് വീട്ടിൽ നിർത്തി, അങ്ങനെയുള്ള എത്ര പേരെ നമുക്കറിയാം. ഇതെല്ലാം മറ്റുള്ള നാട്ടിലുള്ള സ്ത്രീകൾക്ക് അവരെയൊക്കെ പെങ്ങന്മാരെ പോലെ കാണുകയും ഇടിക്കുകയൊക്കെ ചെയ്യേണ്ടുന്നവരെ സഹോദരിയായിട്ടൊക്കെ കാണേണ്ടുന്നവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാരാണിത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയാണ് ഞാൻ ആ പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വലിയ വീഡിയോസൊക്കെ ഉണ്ട്, അതുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.
അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.